ഹലോ! ഇന്നൊരു ഈസി പീസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു യമ്മി പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ പായസം ടേസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് കേട്ടോ ഇന്ന്. അപ്പോൾ നമുക്ക് വേഗം ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമുക്കൊരു പാത്രത്തിൽ നിറയെ വെള്ളം വെക്കാം. ആ വെള്ളം തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു 3 ക്യാരറ്റ്, ഞാനൊരു 3 വലിയ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് വലുതാക്കി തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു കൈപ്പിടി ജീരകശാല റൈസ് കൂടി ചേർക്കുന്നുണ്ട്. കൈമ റൈസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഏതെങ്കിലും ചെറിയ അരിയുള്ള നല്ലൊരു സ്മെല്ലോട് കൂടിയിട്ടുള്ള നെയ്ച്ചോറൊക്കെ വെക്കുന്ന അരി ഉപയോഗിക്കാം കേട്ടോ. ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് നന്നായിട്ട് വെന്ത് കിട്ടുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ അരി ഓവറായിട്ട് വെന്ത് പോകും എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. നല്ലവണ്ണം വെന്ത് കിട്ടണം ഇത്. ഇപ്പോൾ നമുക്ക് അരിയും ക്യാരറ്റൊക്കെ നല്ലോണം വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് ഇതിൽ നിന്ന് പെറുക്കിയെടുത്ത് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം. ക്യാരറ്റ് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 കപ്പ് പാലും 1/2 കപ്പ് കണ്ടൻസ് മിൽക്കും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച അരിയും ചേർത്ത് കൊടുത്ത് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര എത്രയാണോ എക്സ്ട്രാ വേണ്ടത് അത് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുകി വരണം. വല്ലാതെ കട്ടിയായി പോകരുത്, എന്നാൽ വല്ലാതെ ലൂസായിട്ടും ഉണ്ടാവരുത്. ഇത് കുറുകി വരുന്ന സമയം കൊണ്ട് നമുക്കൊരു സോസ് പാനിൽ കുറച്ച് നെയ്യ് ചൂടാക്കി അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ഗസ്റ്റിന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കാം. അപ്പോൾ ഇന്ന് ഇക്കല്ല കേട്ടോ ടേസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ എൻ്റെ സൗദിയിലെ സിസ്റ്റർ ലൈക്ക് ആയിട്ടുള്ള എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഫാത്തിമ ജുമാന. ആള് ഭയങ്കര ബേക്കറാണ് കേട്ടോ. കേക്കൊക്കെ ഓർഡർ എടുത്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്പൂണോ? നല്ലൊരു കുക്കാണ്. അപ്പം ജുമിക്ക് കൊടുക്കാം. കളയില്ല ജുമി ഒന്ന് അടിപൊളിയാണ് സാധനം. നല്ല ടേസ്റ്റ് ഉണ്ട്. ക്യാരറ്റിന്റെ ഒക്കെ ആ ടേസ്റ്റ് ഒക്കെ നല്ല കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് ഇതില്. എങ്ങനെയുണ്ട് കഴിച്ചത്? എങ്ങനെയുണ്ട് പുന്ന? കറക്റ്റ് എല്ലാം മധുരം ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ട് ഇതില്. നല്ല ടേസ്റ്റ് ഉണ്ട്, ഒരു രക്ഷയില്ല. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി ചെയ്യാം. ഇത് പെട്ടെന്ന് ഇതിപ്പോ ഞാൻ വന്ന് ഒരു കുറച്ചൊരാളെ കാണാനില്ല, പിന്നെ വന്ന് നോക്കുമ്പോ ആള് ഇവിടെ ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അത്രയും വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റ് ഉണ്ട്. ബൈ ബൈ. ഇത് കുടിച്ചിട്ട് കാണാം.